ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു പക്ക സ്റ്റഡി വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോയാലും ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലീൻലെസ് ആയിട്ട് കിടക്കുന്ന ഈ സ്പേസൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതാണ്. ഒരുപാട് വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അടയ്ക്കത്തക്ക രീതിയിൽ അവിടെ ഇരുന്ന ബുക്ക് വരെ ഞാൻ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ. അതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബുക്കാട്ടോ. ഇപ്പോൾ സമയം 5:47, ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രൈഡേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് പുറത്തിട്ടിട്ട് എന്തൊക്കെയുണ്ട്, ഏതൊക്കെയാണ് പഠിപ്പിച്ചത്, ഏതൊക്കെ പഠിപ്പിക്കാത്തുണ്ട് എന്നൊക്കെയുള്ളതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബുക്കുകൾ എടുത്ത് അതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് അരിച്ച് പറക്കി നോക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഫ്രൈഡേ ആയിരുന്നു ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്. ആ ക്ലാസ്സിൽ തന്നെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നോട്ട് എഴുതാനുണ്ട്. എൻ്റെ റഫ് ബുക്കിലാണ് ഞാൻ ടീച്ചർ പറഞ്ഞ നോട്ടൊക്കെ എഴുതി വെച്ചിരുന്നത്. അത് ജസ്റ്റ് നമ്മുടെ മെയിൻ നോട്ട് ബുക്കിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി നോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഭയങ്കര ഹെൽപ്ഫുള്ളാവുന്ന വീഡിയോ ആണ്. അത് ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കെമിസ്ട്രിയുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റിൽ വയലിൻ പ്രാക്ടീസ് ചെയ്യേണ്ടതുകൊണ്ട് വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നതും കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ മാത്സിൻ്റെ 1 ഷോട്ട് ലൈവ് ആ സമയം നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ അതും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതുകയാണ് കേട്ടോ. ആദ്യം ചാപ്റ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പോർഷനെ പഠിപ്പിച്ചുള്ളൂ, എന്നാലും നോട്ടുണ്ട് അതിൽ തന്നെ. ഓൾറെഡി ടീച്ചർ അവിടെ നിന്ന് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് എഴുതുന്നത്. പിന്നെ ബാച്ചിലെ നോട്ടും സെയിം തന്നെയാണ്. സോ അതും ജസ്റ്റ് നോക്കിയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെമിസ്ട്രിയുടെ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞു. ടു ഡു ലിസ്റ്റിൽ അതൊന്ന് വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാത്സിൻ്റെ 1 ഷോട്ട് ലൈവ് കാണാൻ കിടപ്പുണ്ട്. അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു 1 ഷോട്ട് ലൈവ് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് കറക്റ്റ് ടൈമിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റായിട്ട് കയറേണ്ടി വന്നു. മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു 1 ഷോട്ടായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറേ നേരം ക്ലാസ് കണ്ട് ഇരുന്നു. ഫിസിക്സ് പോലെ പെട്ടെന്ന് അങ്ങോട്ട് തീരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഫിസിക്സ് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. മാത്സ് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. മേ ബി എനിക്കത് ഇത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. മാത്സ് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ കുറേ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഇത് കണ്ട് തീർത്തത്. പിന്നെ വലിയൊരു ബ്രേക്ക് ഞാനിതിൻ്റെ ഇടയ്ക്കെടുത്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും കുറേ സമയം പോയി. ഫിസിക്സ് പോലെ ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ലൈവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് കണ്ടതും. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുകൊണ്ടാണോന്നും അറിയത്തില്ല, എനിക്ക് ഫിസിക്സിൻ്റെ സമയത്ത് ഞാൻ ലൈവിൻ്റെ സമയത്ത് തന്നെയാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ലൈവ് കഴിഞ്ഞിട്ട് കയറിയോണ്ടാണോ എന്നറിയത്തില്ല, ആ ലൈവിൻ്റെ അത്രയും എത്താനുള്ളൊരു ഇത് എനിക്ക് വന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വന്ന് കണ്ടത് കേട്ടോ. ലാസ്റ്റ് ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. പിന്നീട് ടു ഡു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ബാക്കി സംഭവങ്ങളും കൂടിയിട്ട് ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റഡി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.